ഹലോ ഗൈസ്, വെൽക്കം ടു വൺ കാസ്റ്റോണ്ടർ ന്യൂ ഇയർ റിവ്യൂ ചാനൽ. ഇന്ന് പറയാൻ പോകുന്ന രണ്ട് പടങ്ങളുടെ റിവ്യൂ ആണ്. ഒന്ന് വീരൻ എന്ന് പറയുന്ന സിനിമയുടെയും പിന്നെ ഗുഡ് ന്യൂസ് എന്ന് പറയുന്ന ഒരു ഹിന്ദി പടത്തിൻ്റെയും റിവ്യൂ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ രണ്ട് പടങ്ങളുടെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ പറയുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇനി വേറെ ഏതെങ്കിലും റിവ്യൂ വേണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് വീരൻ എന്ന സിനിമയുടെ റിവ്യൂ ആണ്. വീരൻ എന്ന സിനിമയിൽ ഹിപ്പ് ഹോപ്പ് തമിഴ് ആദിരാജ് എന്ന് പറയുന്നൊരു പുതുമുഖം ആണ് നായിക. പിന്നെ വിനയ് റായ് ആണ് മെയിൻ വില്ലൻ. പിന്നെ മുനീഷ്കാന്ത്, കാലി വെങ്കട്ട് എന്ന് പറയുന്ന രണ്ടുപേരാണ് സിനിമയിൽ കോമഡിയൻ റോളിലോട്ട് എത്തിയിരിക്കുന്നത്. ബാക്കി സിനിമയിൽ പിന്നീട് അഭിനയിച്ചിരിക്കുന്നവരുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അടിപൊളിയാണ്, പക്ഷേ സ്പോയിലേഴ്സ് ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സിനിമയിൽ ആദ്യത്തെ ഹിപ്പ് ഹോപ്പ് തമിഴിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യം അങ്ങനെ മ്യൂസിക് കമ്പോസറായിരുന്നു. ഏജൻറ് എന്ന സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ തനിയൊരുവൻ എന്ന് പറഞ്ഞ സിനിമയിൽ അങ്ങനെ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തെലുങ്ക് റീമേക്കായ ധ്രുവ എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പിന്നെ അരമണൈ ഫിലിം സീരീസിൻ്റെ അങ്ങനെയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, കമ്പോസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട്. പിന്നെ നെപ്പേത്തുനൈ എന്ന് പറയുന്ന സിനിമയിലും അൻപരി എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. നെപ്പേത്തുനൈ നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർക്ക് അറിയാവുന്ന എനിക്ക് അറിയാം. സിംഗിൾ പ്രസംഗം എന്നുള്ള പാട്ട് കേട്ടിട്ടുള്ളവരാണെങ്കിൽ ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. എന്തായാലും ഹിപ്പ് ഹോപ്പ് തമിഴയുടെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അടിപൊളിയായിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. നല്ല ഇനിയും പടങ്ങൾ അഭിനയിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആദിരാജ് എന്ന് പറഞ്ഞൊരു പുതുമുഖമുണ്ട്. പിന്നെ അവരുടെ വേറെ പടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ വേറെ പടങ്ങളൊന്നും. അടുത്ത് വരാൻ പോകുന്ന കൃഷ്ണമ്മ എന്ന് പറഞ്ഞ സിനിമയാണ്. അത് സത്യദേവ് കഞ്ചറാണ എന്ന് പറഞ്ഞ ഒരാളാണ് സിനിമയിലെ നായകൻ. അത് തെലുങ്ക് മൂവിയാണ്. അത് ആരാന്നറിയില്ലെങ്കിൽ ലൂസിഫർ എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിലെന്ന ഫസ്റ്റ് ടൈം ലാലേട്ടൻ തന്നെ ഏറ്റവും ബിസിനസ്സിലൂടെ ഏറ്റവും കൂടുതൽ കോടി അടിച്ചൊരു പടമാണ് ലൂസിഫർ. അത് മലയാളികളുടെ സ്വന്തം പൃഥ്വിരാജാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരുന്നത്. ആ സിനിമയുടെ ഒഫീഷ്യൽ തെലുങ്ക് റീമേക്കായിരുന്നു ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമ. അതിൽ ചിരഞ്ജീവി നയൻതാര ഉണ്ടായിരുന്നു, ചിരഞ്ജീവി ഉണ്ടായിരുന്നു. പിന്നെ പൃഥ്വിരാജിൻ്റെ റോൾ ചെയ്തിരുന്നത് സൽമാൻ ഖാൻ ആയിരുന്നു. അങ്ങനെ പക്ഷെ ആ സിനിമ നിർഭാഗ്യവശാൽ അതേപോലെ ചെയ്തെടുത്തില്ല. പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്ത് വെച്ച് ആ പടത്തിന് അപരാധമാക്കി വെച്ച്, റീമേക്ക് അപരാധം. ആ സിനിമയിൽ വില്ലനായിട്ട് ലൂസിഫർ എന്ന സിനിമയിൽ വില്ലനായിട്ട് വന്നത് വിവേക് ഒബ്റോയ് ആണെങ്കിൽ ഈ തെലുങ്കിൽ വില്ലനായിട്ട് വന്നത് സത്യദേവ് കഞ്ചറാണ്. അതിനെക്കുറിച്ച് പിന്നെ ഇവിടെ പറയാനൊന്നുമില്ല. അപ്പോൾ കട്ട വെയിറ്റിംഗ്. കൃഷ്ണമ്മ എന്നൊരു സിനിമ ഇറങ്ങിയെന്ന് എനിക്കറിഞ്ഞൂടാ. ഇറങ്ങി ഔട്ടിട്ട് വരുമ്പോൾ കാണണം. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല. പിന്നെ വിനയ് റായിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കൊടൂർ വില്ലനാണ്. ബട്ട് അയാളുടെ ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ ഇൻട്രസ്റ്റിങ് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ കാണിക്കുന്നില്ല. പിന്നെ സെക്കൻഡ് ഹാഫിൽ സിനിമ തീരാറാകുമ്പോൾ ക്ലൈമാക്സ് ആറാകുമ്പോൾ ആണ് അങ്ങനെ വീണ്ടും വരുന്നത് വില്ലൻ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അതൊരു സ്പോയിലറായിട്ടാണ് അയാളുടെ പെർഫോമൻസ് ഉള്ളായിരുന്നു. പക്ഷെ അങ്ങനെ ഇത്തിരി ഒരു 2-3 സീനൊന്നും വരേണ്ട ആവശ്യമില്ല. അതിലായിട്ടും കുറച്ച് കൂടുതലാക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനെക്കുറിച്ച്. വിനയ് റായ് പക്ഷെ വില്ലത്തരമൊക്കെ അടിപൊളിയാണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ ശിവകാർത്തികേയൻ്റെ ഡോക്ടർ എന്ന സിനിമയിൽ അത് ആണെങ്കിലും സൂര്യയുടെ എതിർക്കും തുനന്തവൻ എന്നൊരു സിനിമയിലാണെങ്കിലും പിന്നെ
ഗാന്ധിവധാരി അർജുന എന്ന് പറയുന്ന തെലുങ്ക് പടത്തിൽ അങ്ങനെ വില്ലനാണ് വെച്ചിരുന്നത്. അതിലും പിന്നെ ഈഗിൾ എന്ന് പറയുന്ന ഒരു രവിതേജയുടെ ഒരു തെലുങ്ക് സിനിമയിൽ വില്ലനായിട്ട് അഭിനയിച്ച് ചെറിയൊരു വില്ലൻ കഥാപാത്രം ചെയ്തിരുന്നു. അപ്പോൾ അതിലൊക്കെ നല്ലതായിട്ട് അഭിനയിച്ച ഒരാൾ. പിന്നെ ഈഗിൾ എന്ന സിനിമ കൂടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. 2021 കണ്ട ഒരു പടമായതുകൊണ്ടായിരിക്കും. എന്തായാലും അത് ഇന്ന് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുവരിക. പിന്നെ പക്ഷേ ക്രിസ്റ്റഫർ എന്നുള്ള സിനിമയ്ക്ക് ശേഷം ഗാന്ധിവധാരി അർജുന തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് രണ്ടും കഴിഞ്ഞിട്ട് എങ്ങനൊരു കമ്പാക്കാണെന്ന് തോന്നിയത്. ഇത് ഡയറക്റ്റ് ചെയ്തിട്ട് ARK ശരവണൻ എന്ന് പറഞ്ഞ ഒരാളാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അയാളുടെ വേറെ പ്രീവിയസ് വർക്ക്സ് എനിക്കൊന്നും അറിഞ്ഞൂടാ, കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. പിന്നെ മുനിഷ്കാന്ത് എന്ന് പറഞ്ഞൊരു കോമഡിയനുണ്ട്. അങ്ങേരുടെ അഭിനയം അടിപൊളി. കാര്യം വെങ്കട്ടിൻ്റെ കോമഡി ആണെങ്കിലും നൈസായിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഒരു പൂജാരി ഉണ്ട്, അങ്ങേരുടെ അഭിനയം കൊള്ളാം. പിന്നെ ഈ സിനിമയിലെ സ്പോയിലർ എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വിനയ് റായിനെ 2-3 സീനിൽ വെക്കേണ്ട പകരം കുറച്ചും കൂടി സീനിൽ വച്ചിരുന്നുവെങ്കിൽ ഒരു വില്ലനാണെന്ന് എനിക്ക് തോന്നിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അങ്ങേരുടെ ഇത് കൊള്ളാം, അഭിനയം കൊള്ളാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇങ്ങനെയൊക്കെ ഈ സിനിമയിൽ അനിയൻ എന്ന് പറഞ്ഞിട്ട് അനിയൻ കഥാപാത്രമുണ്ട്. അത് മറ്റൊരു ശോകം പിടിച്ചത് തന്നെയാണ്. ഇത് രണ്ടുമാണ്. പിന്നെ പാട്ട് നൈസാണ്, BGM നൈസാണ് എന്നാണ് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ പടം കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇതേത് പ്ലാറ്റ്ഫോമിലാണ് ഞാൻ വന്നതെന്ന് ശ്രദ്ധിച്ചില്ല. OTT പ്ലാറ്റ്ഫോമിൽ ഏതിലാണ് വന്നിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചില്ല. യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ യൂട്യൂബിലിരുന്ന് കാണാം. ഇല്ലെങ്കിൽ ടെലിഗ്രാമിൽ കിടപ്പുണ്ടാവും. അല്ലെങ്കിൽ ഇത് ഏത് സിനിമയിൽ OTT എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാതിരിക്കുന്നത്. ഇത് ഏത് OTT പ്ലാറ്റ്ഫോമിലാണ് വന്നിരിക്കുന്നത് അതിൽ നിങ്ങൾ കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ സിനിമ കണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞിട്ട് ഈ സിനിമയുടെ റിവ്യൂ അവസാനിക്കും. ഇനി ഒരു സിനിമയുടെ റിവ്യൂവും കൂടി ഉണ്ട്. ഗുഡ് ന്യൂസ്. സിനിമ ഒരു ഹിന്ദി പടമാണ്. രാജ് മെഹ്ത്ത എന്ന് പറയുന്ന ഒരാളാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതാരാ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ കരൺ ജോഹറാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഹിന്ദി കോമഡി മൂവി. 2019 ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അക്ഷയ് കുമാർ, കരീന കപൂർ, ദിൽജിത്ത് ദോസാഞ്ചി, കിയാര അദ്വാനി എന്നവരൊക്കെയാണ് സിനിമയിൽ ലീഡ് ക്യാരക്ടേഴ്സിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ വേറെ ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതിൽ അവരുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ എന്നാണ് പേരറിഞ്ഞൂടാ. ഈ പടവും അടിപൊളി തന്നെയാണ്. കോമഡിയും ഇതൊക്കെ ഉണ്ട്, നല്ലോണം വർക്കായിട്ടുണ്ട്. ഇമോഷണൽ പാക്കേജ് ആണെങ്കിലും നല്ലതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് കൊള്ളാം, BGM കൊള്ളാം. പിന്നെ അടിപൊളി സിനിമയാണ് എന്നാണ് പറയാനുള്ളത്. പിന്നെ അക്ഷയ് കുമാർ നമുക്കറിയാമല്ലോ, കില്ലാടിയാണ്. എനിക്ക് അങ്ങേരോട്ട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഇനി റീമേക്ക് ചെയ്യുക. ഇത് റീമേക്കല്ല, പക്ഷെ എവിടെയൊക്കെയോ പാട്ട് കോപ്പി അടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ കര എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ട് നമ്മുടെ നരൻ സിനിമയിൽ വേൽമുരുക എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ഇപ്പോഴും ഹിറ്റായി കിടക്കുന്നൊരു പാട്ടാണ് മലയാളം സിനിമയിൽ. ആ പാട്ടിനെ കോപ്പി അടിച്ചിരിക്കണം. എന്താ പാട്ട് ആരാ പാടിയെന്ന് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. മ്യൂസിക് കമ്പോസ് ചെയ്ത് ആരാന്ന് ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താ ഭാഗ്യം. ഇല്ലെങ്കിൽ ഞാൻ തെറിവിളിച്ച് വന്നേനെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു പാട്ട് എനിക്ക് സ്പോയിലറായിട്ട് തോന്നുന്നു. പക്ഷെ ബാക്കിയെല്ലാ പാട്ടും കൊള്ളാം. ആ പാട്ട് കൊള്ളായിരുന്നു. പക്ഷേ പാട്ടിൻ്റെ BGM ഒന്ന് മാറ്റി പിടിക്കുമായിരുന്നു. പുതിയൊരു BGM ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായതിനെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബാക്കിയുള്ള പാട്ടുകളൊക്കെ നൈസ് തന്നെയാണ്, BGM കൊള്ളാം. പിന്നെ അക്ഷയ് കുമാർ അറിയാമല്ലോ, കോമഡി ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും അങ്ങനെയൊക്കെ വരെയൊക്കെ ചെയ്യാൻ അറിയാം. പക്ഷെ ഇന്നിടയ്ക്ക് ഇറങ്ങിയ പടങ്ങളിൽ ഇപ്പോൾ ബഡേമിയ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും
അതിന് മുമ്പ് ഇറങ്ങിയ സെൽഫി എന്ന് പറയുന്ന സിനിമ, മീൻസ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഹിന്ദി റിമേക്ക്, അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൂടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ ഈ ഗുഡ് ന്യൂസിന് മുമ്പ് ഇറങ്ങിയ പടങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് റൗഡി റാട്ടോർ ഒക്കെയാണ്. റൗഡി റാട്ടോർ, സൂര്യവംശി അങ്ങനത്തെ പടങ്ങളൊക്കെയാണ്. അല്ല, സൂര്യവംശി ഈ സിനിമയ്ക്ക് ശേഷമാണെന്ന് സംശയമുണ്ട്. അത് നിങ്ങൾ കമൻറ്റിലൊന്ന് പറഞ്ഞേക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ സിനിമയിൽ അക്ഷയ് കുമാറിൻ്റെ നായികയായിട്ടാണ് കരീന കപൂർ വന്നിരിക്കുന്നത്, ഭാര്യയായിട്ട്. ഈ സിനിമയുടെ കഥ എന്താണെന്ന് പറയാനാണെങ്കിൽ, വൺ ലൈനിൽ പറയാനാണെങ്കിൽ, അക്ഷയ് കുമാറും കരീന കപൂർ 7 വർഷമായിട്ട് പ്രഗ്നൻ്റ് ആയില്ല. അപ്പോൾ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ വരും. എന്നിട്ട് പ്രഗ്നൻ്റ് ആകുമ്പോൾ ദിൽജിത്തിൻ്റെയും കരീന കപൂറിൻ്റെയും സ്പേം എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് മിക്സാവും. പിന്നെ അക്ഷയ് കുമാറിൻ്റെയും ദിൽജിത്തിൻ്റെ ഭാര്യയുടെ അഭിനയിച്ചിരുന്ന KR അദ്വാനിയാണ്. ഇപ്പോൾ KRൻ്റെയും സ്പേമും മിക്സാവും. അതുകൊണ്ടാണ് പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പോൾ കരീന കപൂറും KR അദ്വാനിയും പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമയിൽ വൺ ലൈൻ സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതാണ് സ്റ്റോറി, അതാണ്. പിന്നെ പടം എനിക്ക് പറഞ്ഞില്ല, 2 മണിക്കൂർ 11 മിനിറ്റ് എന്തോ ഈ സിനിമയുടെ അല്ലാതിരിക്കാൻ വരുന്നുണ്ട്. അത് നല്ലതായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഡയറക്ടർ ബില്യൻസ് എന്നാണ് പറയാനുള്ളത്. അവിടെ എഡിറ്റർ ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞുണ്ട്. ഏതൊരു എന്തൊരു കണ്ട് കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടെ. അടിപൊളി എഡിറ്റിങ്, സിനിമ വിഷ്വൽസൊക്കെ ഉള്ള ഞാൻ ആകെ ഈ സിനിമയിൽ ശ്രദ്ധിച്ചത് ഡയറക്ടർ ആരാണ്, സ്റ്റാറിങ് ആരാണ്, പ്രൊഡ്യൂസർ ആരാന്ന് മാത്രമേ നോക്കിയുള്ളൂ. അതുകൊണ്ട് എനിക്ക് അതിലോട്ട് വല്ലതും പറയാനില്ല. പിന്നെ ഈ പടം കണ്ടവരുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഈ സിനിമ എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി കാണാൻ വെയിറ്റ് ചെയ്യുന്ന ഹാഫ് ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന സിനിമ കാണണം. യൂട്യൂബിൽ അടുപ്പുണ്ടായിരുന്നു, കാണണം. പിന്നെ ഭീമ എന്ന് പറയുന്ന സിനിമയുണ്ട്, അതും കാണണം. ഗോപിചന്ദൻ്റെ പടമാണ്. അപ്പോൾ അത് രണ്ടും കണ്ടിട്ട് എൻ്റെ റിവ്യൂ പറയാം എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഞാൻ പോവുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ 2 പടങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ ഈ സിനിമയുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബൈ.